നമസ്കാരം. വേദിക് വിശ്വാസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ കഠിനമായ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജനവാസ മേഖലകളിൽ പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വേദജ്യോതിഷത്തെയും വിശ്വാസങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. പാമ്പ് കടിയേറ്റാൽ ജ്യോതിഷ പരിഹാരങ്ങൾക്കോ മന്ത്രങ്ങൾക്കോ പിന്നാലെ പോകാതെ ഒട്ടും സമയം കളയാതെ എത്രയും വേഗം ശാസ്ത്രീയമായ വൈദ്യസഹായം ആൻറ്റി വെനം ട്രീറ്റ്മെൻറ്റ് തേടേണ്ടതാണ്. ജീവൻ രക്ഷിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് മാത്രമേ സാധിക്കൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ജ്യോതിഷപരമായി പരിശോധിച്ചാൽ ഒരാളുടെ ജാതകത്തിന് പാമ്പുകടിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏതൊക്കെ ഗ്രഹനിലയുള്ളവരാണ് ഈ സമയത്ത് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്? നമുക്ക് പരിശോധിക്കാം. പാമ്പുകളെക്കുറിച്ചും അവയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ചും പറയുമ്പോൾ ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് രാഹുവും കേതുവുമാണ്. പുരാണങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ അമൃതപാനം ചെയ്ത സിംഹിക എന്ന അസുരൻ്റെ ഉടലും തലയും വേർപെട്ടപ്പോൾ ഉണ്ടായതാണ് ഈ രണ്ട് ഗ്രഹങ്ങൾ. ഇതിൽ രാഹുവിനെ സർപ്പത്തിൻ്റെ തലയായിട്ടാണ് നാം സങ്കല്പിക്കുന്നത്. രാഹു എന്നത് വഞ്ചനയുടെയും ഭയത്തിൻ്റെയും അപ്രതീക്ഷിതമായ ആഘാതങ്ങളുടെയും ഗ്രഹമാണ്. അതിനാൽ തന്നെ പെട്ടെന്നുണ്ടാകുന്ന പാമ്പുകടികൾ, മാരകമായ വിഷം ഉള്ളിൽ ചെല്ലുക, വലിയ പാമ്പുകളിൽ പ്രത്യേകിച്ച് മൂർഖൻ നിന്നുള്ള ഭയം എന്നിവയെല്ലാം രാഹുവിൻ്റെ സ്വാധീന വലയത്തിൽ വരുന്നു. ഒരാളുടെ ജാതകത്തിൽ രാഹു ദുർബലനാവുകയോ പാപഗ്രഹങ്ങളുമായി ചേർന്ന് നിൽക്കുകയോ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സർപ്പഭയം വർദ്ധിക്കുന്നു. രാഹു തലയാണെങ്കിൽ കേതു സർപ്പത്തിൻ്റെ ഉടലാണ്. കേതുവിന് കണ്ണുകളില്ലാത്തതിനാൽ അത് അദൃശ്യമായ അപകടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നാം കാണാതെ പോകുന്ന ചെറിയ പാമ്പുകൾ, മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന വിഷജീവികൾ, അല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചെറിയ കടികൾ എന്നിവ കേതുവിനെ പ്രതിനിധീകരിക്കുന്നു. രാഹുവിനെ പോലെ അത്ര ഭീകരനല്ലെങ്കിലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അപകടം വരുത്തുന്നതിൽ കേതുവിന് വലിയ പങ്കുണ്ട്. ജാതകത്തിൽ കേതുവിൻ്റെ അശുഭസ്ഥാനം പലപ്പോഴും സർപ്പങ്ങളുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മെ എത്തിച്ചേക്കാം. എന്നാൽ കേരളീയ ജ്യോതിഷ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ വിഷഭയത്തെയും നാഗദോഷത്തെയും കുറിച്ച് പറയുന്നിടത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഗുളികൻ അഥവാ മാന്തി. ശനിയുടെ പുത്രനായി കരുതപ്പെടുന്ന ഗുളികൻ ജാതകത്തിലെ ഏറ്റവും ക്രൂരമായ ഉപഗ്രഹമായാണ് അറിയപ്പെടുന്നത്. ഒരു ജാതകത്തിൽ ഗുളികനും രാഹുവും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധം വരികയോ അവർ ഒരേ ഭാവത്തിൽ നിൽക്കുകയോ ചെയ്താൽ അതിനെ നാം ഗൗരവകരമായ സർപ്പദോഷമായി കാണുന്നു. ഈ രണ്ട് ഗ്രഹങ്ങളുടെ സംയോഗം വിഷചികിത്സയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾക്കും പാമ്പുകടിയിലൂടെയുള്ള അപകടങ്ങൾക്കും കാരണമാകുമെന്ന് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് ഈ കഠിനമായ ചൂടുകാലത്ത് ഭൂമിയിലെ അഗ്നിതത്വം വർദ്ധിക്കുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ ബഹുമാനിച്ചും ഈ ഗ്രഹദോഷങ്ങളെ തിരിച്ചറിഞ്ഞു കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു മുന്നോട്ടു പോയാൽ ഒരു പരിധിവരെ ഇത്തരം അപകടങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടാം. ജാതകത്തിലെ അപകട സൂചനകൾ, ആസ്ട്രോളജിക്കൽ സയൻസ്. നമ്മുടെ ജാതകത്തിലെ ചില പ്രത്യേക ഗ്രഹനിന്നിലകൾ പാമ്പുകളിൽ നിന്നോ മറ്റ് വിഷജീവികളിൽ നിന്നോ ഉള്ള അപകട സാധ്യതകളെ മുൻകൂട്ടി സൂചിപ്പിക്കാറുണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ ഇനി പറയുന്ന യോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഈ ചൂടുകാലത്ത് കൂടുതൽ ജാഗ്രത പാലിക്കാൻ നിങ്ങളെ സഹായിക്കും. 1. രണ്ടാം ഭാവവും വിഷഭയവും. ജാതകത്തിലെ രണ്ടാം ഭാവം എന്നത് നമ്മുടെ മുഖത്തെയും വായയെയും സംസാരത്തെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുകയും ആ രാഹുവിന് മേൽ
ഉളികണ്ട ദൃഷ്ടി പതിക്കുകയും ചെയ്താൽ അത് ജ്യോതിഷപരമായി വലിയൊരു മുന്നറിയിപ്പാണ്. ഇത്തരം ഗ്രഹനിരയുള്ളവർക്ക് പാമ്പുകടിയിൽ നിന്നുള്ള വിഷഭയമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പുരാതന ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് ആഹാരം കഴിക്കുമ്പോഴോ രാത്രിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാനിടയുള്ളതിനാൽ ഇവർ അതീവ ശ്രദ്ധ പുലർത്തണം. 2. ആറാം ഭാവവും ലഗ്നവുമായുള്ള ബന്ധം. ജാതകത്തിലെ ആറാം ഭാവം എന്നത് രോഗങ്ങൾ, ശത്രുക്കൾ, അപകടങ്ങൾ എന്നിവയുടെ സ്ഥാനമാണ്. ജാതക പാരിജാതം പോലുള്ള പ്രമാണമനുസരിച്ച് ആറാം ഭാവത്തിൻ്റെ അധിപൻ രാഹുവുമായി ചേർന്ന് ലഗ്നത്തിൽ, അതായത് നിങ്ങളുടെ 1-ാം ഭാവത്തിൽ വന്നു നിൽക്കുന്നത് അത്ര ശുഭകരമല്ല. ഈ യോഗം സൂചിപ്പിക്കുന്നത് വന്യമൃഗങ്ങളിൽ നിന്നോ പാമ്പുകളിൽ നിന്നോ ഉള്ള അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾക്കാണ്. നിങ്ങളുടെ ലഗ്നത്തിനു മേൽ രാഹുവിനും 6-ാം അധിപനും സ്വാധീനമുണ്ടെങ്കിൽ വിജനമായ സ്ഥലങ്ങളിലൂടെയുള്ള യാത്രകളിലും കാടുപിടിച്ചു കിടക്കുന്ന പരിസരങ്ങളിലും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. 3. വിഷഘടികയുടെ പ്രാധാന്യം. നക്ഷത്ര ജ്യോതിഷത്തിൽ വിഷഘടിക അഥവാ വിഷനാഴിക എന്നൊന്നുണ്ട്. ഓരോ നക്ഷത്രത്തിലും നിശ്ചിത നാഴികകൾ വിഷനാഴികയായി കണക്കാക്കപ്പെടുന്നു. ഒരാൾ ജനിച്ച സമയത്ത് ആ നക്ഷത്രത്തിലെ വിഷനാഴിക ദോഷഫലങ്ങൾ കൂടുതലായി നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അവർക്ക് ജന്മനാ തന്നെ ജന്തുഭയമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം വ്യക്തികൾക്ക് പാമ്പുകളെ സ്വപ്നം കാണുന്നതും പാമ്പുകളെ കാണുമ്പോൾ അമിതമായ ഭയം തോന്നുന്നതും സാധാരണമാണ്. ഇത്തരക്കാർ ജാതകത്തിലെ ദശകളും അപഹാരങ്ങളും മോശമായ സമയത്ത് സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. കഠിനമായ ചൂടും നിമിത്തശാസ്ത്രവും. ഇപ്പോൾ കേരളത്തിൽ അനുഭവപ്പെടുന്ന 40 ഡിഗ്രിക്ക് മുകളിലുള്ള കഠിനമായ ചൂട് കേവലം കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല, അത് ജീവജാലങ്ങളുടെ സ്വഭാവത്തെ പോലും മാറ്റിമറിക്കുന്നുണ്ട്. ജ്യോതിഷത്തിലെ നിമിത്തശാസ്ത്രം അഥവാ ശകുനശാസ്ത്രമനുസരിച്ച് പ്രകൃതിയിൽ സംഭവിക്കുന്ന ഓരോ മാറ്റത്തിനും വ്യക്തമായ സൂചനകളുണ്ട്. പാമ്പുകൾ ശീതരക്തമുള്ള ജീവികളായതിനാൽ പുറത്തെ ചൂട് അസഹനീയമാകുമ്പോൾ അവ തണുപ്പുള്ള ഇടങ്ങൾ തേടി വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അപ്രതീക്ഷിതമായി പാമ്പുകൾ നിങ്ങളുടെ വീടിനുള്ളിലോ പൂജാമുറിയിലോ ബെഡ്റൂമിലോയൊക്കെ ദർശിക്കപ്പെടുന്നത് ഗൗരവകരമായ ചില നിമിത്തങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ജ്യോതിഷപരമായ കാഴ്ചപ്പാടിൽ ഒരു പാമ്പ് വീടിനുള്ളിലേക്ക് കയറുന്നത് ആ വീട്ടിലെ അംഗങ്ങളുടെ ജാതകത്തിലെ രാഹുദോഷത്തെയോ അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട സർപ്പകോപത്തെയോ ആണ് പ്രതിനിധീകരിക്കുന്നത്. രാഹു എന്നത് വായു തത്വമുള്ള ഗ്രഹമാണ്. കഠിനമായ ചൂടിൽ വായു പ്രകോപിതമാകുമ്പോൾ രാഹുവിൻ്റെ സ്വാധീനം നിങ്ങളുടെ വീടിൻ്റെ ഊർജ്ജതലത്തെ ബാധിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത്. ഇത്തരത്തിൽ പാമ്പുകൾ നിങ്ങളുടെ പരിസരത്ത് തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്നത് താഴെ പറയുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാം. കുടുംബത്തിൽ മുടങ്ങിക്കിടക്കുന്ന നാഗാരാധന അല്ലെങ്കിൽ വഴിപാടുകൾ. ജാതകത്തിൽ രാഹുവിൻ്റെ ദശാപഹാരകാലങ്ങൾ നേരിടുന്നവർക്ക് വരാനിരിക്കുന്ന തടസ്സങ്ങളുടെ മുന്നറിയിപ്പ്. വീടിൻ്റെ വാസ്തുവിൽ സർപ്പസ്ഥാനത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഈ സമയത്ത് ഭയപ്പെടുകയോ പരിഭ്രാന്തരാവുകയോ അല്ല വേണ്ടത്, മറിച്ച് അതീവ ജാഗ്രതയാണ് ആവശ്യം. നിമിത്തങ്ങൾ എന്നത് പ്രകൃതി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകളാണ്. ആ മുന്നറിയിപ്പുകൾ ഉൾക്കൊണ്ട് ഈ ചൂടുകാലത്ത് നമ്മുടെ വീടും പരിസരവും തണുപ്പുള്ളതും വൃത്തിയുള്ളതുമായി സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ദോഷപരിഹാരങ്ങൾക്കായി ഈശ്വരചിന്തയോടെ മുന്നോട്ടു പോവുകയാണ് വേണ്ടത്. പരിഹാരമാർഗങ്ങൾ. ജാതകത്തിൽ പാമ്പുകടിയുമായി ബന്ധപ്പെട്ട ദോഷങ്ങളുണ്ടെങ്കിലും ഈ കഠിനമായ ചൂടുകാലത്ത് സർപ്പഭയം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിലും അവയെ മറികടക്കാൻ ഉത്തമമായ ചില വൈദിക പരിഹാരങ്ങൾ
നമ്മുടെ ശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ട്. മനഃശുദ്ധിയോടെയും വിശ്വാസത്തോടെയും ഇവ ചെയ്യുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്യും. 1. ഗരുഡമന്ത്രത്തിൻ്റെ ശക്തി. സർപ്പങ്ങളുടെ സ്വാഭാവിക ശത്രുവാണല്ലോ പക്ഷിരാജനായ ഗരുഡൻ. ഗരുഡ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ സർപ്പഭയം ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ സർപ്പദോഷങ്ങൾ അകറ്റാൻ ഏറ്റവും ഉത്തമമായ ഒന്നാണ് ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം. ഓം പക്ഷിപാശായ വിദ്മഹേ പക്ഷിരാജായ ധീമഹി തന്നോ ഗരുഡ പ്രചോദയാത്. ഈ മന്ത്രം ദിവസവും സ്നാനശേഷം ഭക്തിയോടെ ജപിക്കുന്നത് പാമ്പുകളിൽ നിന്നുള്ള അപകടങ്ങൾ ഒഴിവാക്കാനും മാനസികമായ ഭയം അകറ്റാനും സഹായിക്കും. 2. ശിവശക്തിയും മൃത്യുഞ്ജയ ഹോമവും. സർപ്പങ്ങളെ ആഭരണമായി അണിഞ്ഞ പരമശിവനാണ് സർപ്പദോഷങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന പരമോന്നത ശക്തി. അകാല മൃത്യുവിനെപ്പോലും തടയാൻ ശേഷിയുള്ള മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രജപം അപ്രതീക്ഷിതമായ അപകടങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നു. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ധാര നടത്തുന്നതും സർപ്പഭയം അകറ്റാൻ വളരെ നല്ലതാണ്. 3. നൂറും പാലും സർപ്പപ്രീതിയും. കേരളീയ പാരമ്പര്യത്തിൽ നാഗാരാധനയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. കുടുംബ പരമ്പരയായി സർപ്പക്കാവുകളോ നാഗത്തറകളോ ഉള്ളവർ അവിടെ കൃത്യമായ സമയങ്ങളിൽ ആരാധനകൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി നൂറും പാലും വഴിപാട് സമർപ്പിക്കുന്നത് നാഗകോപം ഒഴിവാക്കാനും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കാനും സഹായിക്കും. ആയില്യം നക്ഷത്ര ദിവസങ്ങളിൽ നാഗരാജാവിനും നാഗയക്ഷിക്കും പ്രത്യേക പൂജകൾ നടത്തുന്നത് സർപ്പദോഷശാന്തിക്ക് ഉത്തമമാണ്. ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയെയും ജീവജാലങ്ങളെയും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള കാവുകളും മരങ്ങളും സംരക്ഷിക്കുന്നതും ഒരു തരത്തിൽ സർപ്പപ്രീതി തന്നെയാണ്. നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലകളും നിമിത്തങ്ങളും നൽകുന്ന സൂചനകൾ നാം ഗൗരവമായി കാണേണ്ടതുണ്ടെങ്കിലും ഈശ്വര വിശ്വാസത്തോടൊപ്പം തന്നെ പ്രായോഗികമായ മുൻകരുതലുകൾ എടുക്കുക എന്നതാണ് ഏത് അപകടത്തെയും മറികടക്കാനുള്ള ഏറ്റവും വലിയ പരിഹാരം. പ്രത്യേകിച്ച് കേരളത്തിൽ ചൂട് വർദ്ധിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാതെ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ടോർച്ച് അല്ലെങ്കിൽ മൊബൈൽ ലൈറ്റ് നിർബന്ധമായും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൻ്റെ മുറ്റവും പരിസരവും കാട് പിടിക്കാതെ വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം വിറക് പുരകൾ, പഴയ വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിൽ പാമ്പുകൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ളതിനാൽ അത്തരമിടങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. ഏറ്റവും പ്രധാനമായി ഓർത്തുവെക്കേണ്ട കാര്യം, പാമ്പുകടിയേറ്റാൽ ജ്യോതിഷ പരിഹാരങ്ങൾക്കോ മന്ത്രങ്ങൾക്കോ പിന്നാലെ പോയി വിലപ്പെട്ട സമയം പാഴാക്കരുത് എന്നതാണ്. ഒട്ടും വൈകാതെ തന്നെ ശാസ്ത്രീയമായ വൈദ്യസഹായം അഥവാ ആൻറ്റിവെനം ലഭ്യമായ ആശുപത്രിയിൽ രോഗിയെ എത്തിക്കേണ്ടതാണ്. ജീവൻ രക്ഷിക്കുന്നതിന് ആധുനിക വൈദ്യശാസ്ത്രത്തിന് തന്നെയാണ് നാം മുൻഗണന നൽകേണ്ടത്. ഭയമല്ല, മറിച്ച് ജാഗ്രതയാണ് നമ്മുടെ കവചം എന്ന് തിരിച്ചറിഞ്ഞ് ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും പങ്കുവയ്ക്കുക. നിങ്ങളുടെ ജാതക സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായി വേദിക് വിശ്വാസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.